അണ്ണ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഗാർഡിയൻ അന്ന് മിസ്റ്റർ എക്സിന് എടുത്ത്. അങ്ങനെയാണെ നാളെ തൊട്ട് എനിക്ക് ഉണ്ടിയിട്ട് തുടങ്ങാവോ അണ്ണ? ഒരാഗ്രഹം കൊണ്ടല്ലേ അണ്ണ ഞാൻ ചോദിച്ചത്. അണ്ണ അവിടുന്ന് മിസ്റ്റർ എക്സ് തുപ്പി കവറെ കെട്ടി തൂറി മുഖത്ത് ഒട്ടിച്ച് വെച്ച് തരുന്നത് കാണണ്ടാന്ന് വിചാരിച്ചാണ് അന്നേരം അവിടെ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായേ? ഗാർഡിയനാക്കാൻ കണ്ടൊരു മോന്താവന്റെ. ദർശനം എടുത്ത് കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവക്കെ അവള് അണ്ണനെ കിട്ടുമോ? ഐ മീൻ അണ്ണനെ കെട്ടാനാണ് നോക്കണം എനിക്ക് സംശയമുണ്ട്. അത് കിട്ടിയ പറ്റത്തില്ലേ? നിന്റെ കെട്ടും വരിയാണോ അല്ല കഴിഞ്ഞ? ഇല്ല ഡിസർവ്സ് ബെറ്റർ. എന്താ ഡിസ്റ്റർബൻസാ? അത് അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനും ദർശനം നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സിനെ വേറെ എന്ത് ഡിസേർവ് ചെയ്യാന്നൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താ? പെങ്കൊച്ചിന് മുമ്പ് വെച്ച് അണ്ണ നല്ല കൂട്ടുകാരാണോ? ചന്ദ്രനുണ്ടല്ലോ എന്നെ എപ്പോ കണ്ടാലും പറയാം അണ്ണന്റെ കല്യാണം കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് പറയാ അണ്ണനും എലിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതാ. അല്ല അണ്ണന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല അണ്ണൻ കഴിഞ്ഞില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ അപ്പൊ ഞാനും ബാബും കൂടി നടത്തുന്ന കല്യാണോ അണ്ണന്റെ സൂസന്റെ? അതെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സൂസനായിട്ട്. പക്ഷെ അതൊരു ഡ്രമാറ്റിക് കല്യാണമായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അന്ന് പറഞ്ഞാ മതി. അത് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാ. കല്യാണം കഴിച്ചത് പറയേണ്ടത് അന്നാ അത് ശരിക്കും ഡ്രാമാറ്റിക് ആയിരുന്നാ? ഞാൻ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ദർശന. ഞാൻ പറഞ്ഞുതരാം. സൂസന്റെ അച്ഛന് മാറാ രോഗമായിരുന്നു. പുള്ളിയുടെ കണ്ണടയുന്നതിന് മുമ്പ് സൂസന്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പുള്ളിയുടെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അറേഞ്ച് ചെയ്തൊരു കല്യാണം കഴിച്ചതാണ്. പക്ഷെ അത് സൂസൻ ഫേക്ക് മാരേജ്. അതുപോലെ 18 വരെ കണ്ണടയുന്നതിന് മുന്നേ അവസരം അങ്ങനെ പലരും 18 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹം പിന്നെ നന്മ മരം ഒന്ന് ഒതുക്കി കഴിഞ്ഞോണ്ടല്ല ആ തലേന്ന് വീണ മൊത്തം നന്മയാണ്. കുട്ടി വാരി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള കാലം മൊത്തം ജീവിക്കാം. ചന്ദ്രൻ പറഞ്ഞു അണ്ണ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ ചന്ദ്രൻ ചാടിച്ചാവുന്നു. എന്താ കേട്ടില്ല? അണ്ണ എന്നെ ഇഷ്ടാണെന്ന് പറയുന്ന ചന്ദ്രൻ ചാടിച്ചാവുന്നു. നല്ല ട്രിക്കടി മോളെ അണ്ണനെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കാം. ഐ ലവ് യു ദർശന. ഐ ലവ് യു. ആണുങ്ങൾക്കല്ലേടാ ഇവനെന്താ ഇവനെന്താ റോളാന്നില്ലേ? അണ്ണാ ഇവിടുന്ന് ചാടി ചാവും. ഇവിടുന്ന് അതാണ് സെറ്റ് ആയാലേ ചാടത്തുള്ളൂ. മനസ്സിലായ? അണ്ണ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ആ ഇപ്പൊ അണ്ണ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ സെറ്റ് ആവണെങ്കിൽ എന്നാണ് പറഞ്ഞത്. ആ പറയടി നീ പറ. ഐ ലവ് യു പറയടി. അണ്ണ ഇങ്ങോട്ട് വന്നേ. ഇല്ല അണ്ണ ഇങ്ങോട്ട് വരില്ല. അണ്ണ ഇല്ല ഇല്ല ഈ ഐഡിയ ഒക്കെ അച്ഛനെ തിരക്കിയാണ്. നമ്മള് ചോറ് നല്ല രസമായിരുന്നേ കണ്ടത്. അതൊക്കെ ചാടിച്ചാവാൻ തോന്നുന്നു. എടി നിനക്ക് ഇഷ്ടമുണ്ടല്ലേ? അല്ലെങ്കിൽ നീ എനിക്ക് ചാടണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചന്ദ്രു ചാടുവന്നല്ലോ. അണ്ണ ഐ ലവ് യു പറഞ്ഞല്ലോ. ഒന്നും നോക്കാ. നിനക്കെന്താ പറഞ്ഞ? അങ്ങോട്ട് പറയാക്കോട്ടെ. ചന്ദ്രു ചാടിച്ചാവോ? നീ പറഞ്ഞോ പറയാൻ പറ്റൂലെങ്കിൽ പറഞ്ഞോ. എട്ടാത്ത പെണ്ണ് തുറന്നു പറയൂ. എട്ടാത്ത പെണ്ണ് ചാടിച്ചാവോ? എട്ടാത്ത പെണ്ണ് വാസണ്ട തേച്ച് സെറ്റ് ആവുന്നതിന് തേച്ചേട്ടാ. വളച്ച് അണ്ണം വളഞ്ഞു കേട്ടോ ഇതിനു മുമ്പേ. റിപ്ലൈ ഇല്ല. എന്തോ എനിക്ക് അണ്ണനോടൊരു സംസാരിക്കണം.
അത് പറ്റൂല. ഇവിടെ തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. അതെ, നമ്മളറിയാതെ ഇന്നേരെ വാസുവിന്റെ ലൈഫിൽ ആരും വന്നിട്ടില്ല പോയിട്ടില്ല. നിനക്കൊന്നും പറയണ്ട, ഇപ്പൊ പറഞ്ഞോ. ഇപ്പൊ ഇവിടെ ഒപ്പ് വെച്ച് പറയത്തുള്ളൂ. അണ്ണന് ഇത് ട്രാൻസ്പെറന്റ് എടാ നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ജീവിതമെങ്കിലും ഈ അഖിൽ ജോർജിനൊക്കെ ഡെയിലി വീഡിയോ അതെ, ഇപ്പൊ കുട്ടി ഇഷ്ടപ്പെട്ടാലും നമ്മള് വാസുവിന് കുട്ടിക്ക് തരാനൊന്നും പോകണില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, തക്കടി വീട്ടിലെ വാസുവിന് ഇഷ്ടമാണോ ഇല്ലേ? അല്ലേ ആണോ? വാസണ്ണ ഐ ലവ് യു ടു. അതിന് ചാടിക്കോ. ഇവിടെ ചാവൂല ഞാൻ കൊല്ലാം. അണ്ണ വീട്ടിൽ വെച്ച് കൊല്ലാൻ പറ്റുമോ? കോച്ച കൊന്നേക്കെ. ഇനിയിപ്പോ ഞാൻ വാസണ്ണോട് എനിക്ക് സംസാരിക്കാലോ. അണ്ണന് നാണോ? അതെങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അടവ്? ഇതൊക്കെ നമ്മള് കൊറേ കണ്ടതല്ലേ എണ്ണ? ഇത് പെണ്ണിനെല്ലാം കണ്ടതല്ലേ? അവള് ഇത് ഭയങ്കര പെട്ടെന്നായിരുന്നു, മനസ്സിലായോ? ഇത് ചില കാര്യങ്ങൾ ഭയങ്കര പെട്ടെന്നാ. അണ്ണ അവള് സ്നേഹത്തോടെ ഇത് കുട്ടൂന്ന് വിളിച്ചു. കുട്ടൂന്ന് അങ്ങനെ അണ്ണ വിളിയണ്ണ അതൊക്കെ ഭയങ്കര ഇഷ്ടം. വാളച്ചിനൊക്കെ വിളിയണ്ണ, ദർശൂട്ടി വിളി. മെഴുകും ലാസ്റ്റ്. അണ്ണാ പറയുന്നേക്കെ അണ്ണാ ദർശൂന്ന് വിളി. ദർശൂന്ന് ഭയങ്കര ഇഷ്ടം. അണ്ണ അല്ലെങ്കിൽ ഇത് പറ അണ്ണ, അതില് ദർശു മുടി അയച്ചിടുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറയണ. അത് പറ അണ്ണ ധൈര്യമായിട്ട് വിളിയണ്ണ. ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, ഫുൾ സപ്പോർട്ട്. അതാ ചന്ദ്ര സൗണ്ട് എടാ ചന്ദ്ര ശരിക്കും നീ സെറ്റ് ചെയ്താ നോക്കിയതാണോ ഇത് മുടക്കാൻ നോക്കിയതാണോ? സെറ്റ് ചെയ്ത് നോക്കിയേ. ബ്ലാക്ക് മാജിക് ആണെന്നാ ഇനിയാണ് എന്തുകൊണ്ടും വീഴത്തേ ഉള്ളൂ. ഞാൻ അതാ വരുന്നേ. ഇപ്പൊ വളച്ചു നോക്കാൻ വെച്ചു. ദർശു പറ. അണ്ണ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് മാറി സംസാരിക്കാം. പിന്നെ ഇങ്ങോട്ട് വരും. ഓ സെറ്റായില്ല. നമ്മളെ കൊണ്ടുപോകാൻ പോവേണ്ടേ? എടാ ഞാൻ എന്ത് പറയടാ? എടാ ഞാൻ പ്രിപ്പയർ അല്ലേ? അണ്ണ ഒരു കാര്യം ദർശനെ സെറ്റ് ആവുന്നതൊക്കെ കൊള്ളാൻ ദർശനം. നമ്മുടെ അണ്ണനെ നമ്മളിന്ന് പിരിക്കാൻ നോക്കല്ലേ നീ? പറ്റി ഇവർക്കൊക്കെ. നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ? അതെ, ഫ്രണ്ട്സ് അമ്മയല്ലേ പറയുന്നതിന് എന്താ കുഴപ്പമുണ്ടോ? ഇല്ല. കൽവിലുള്ളിൽ നീയാണ്. എന്നാ ഇവരെല്ലാരും ഒളിച്ചു വെക്കുന്നു. ഒളിച്ചിട്ടുണ്ട്. ദർശനമൊക്കെ അല്ലേ? ഞാൻ ഓക്കെയാണെന്നാ. അതറിഞ്ഞാ മതി. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു സെക്കൻഡ് ദർശന. അണ്ണ ഫ്രണ്ട്സ് എന്തോ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. എന്തായിരുന്നു സീൻ? എന്തായിരുന്നു അണ്ണന്റെ അടുത്ത് ഫ്രണ്ട്സ് ഓൺ ആക്കി വിട്ടു അവള്. അണ്ണ കൊന്ന എന്താണ് ചന്ദ്ര നിനക്ക്? ഇല്ല അണ്ണ, ഈ എട്ടാം പ്രേമം അണ്ണനെ തേച്ച് കഴിഞ്ഞാ അണ്ണൻ അങ്ങനെ അണ്ണനെ നമുക്ക് ഇട്ടുകൊടുക്കില്ലല്ലോ നമ്മളണ്ണനെ. പിന്നെ ചന്ദ്ര അലിന ചേച്ചിയെ പ്രേമിക്കുമ്പോ അണ്ണനോട് ചോദിച്ചിനാ? എന്താ ചന്ദ്ര പിന്നെ അന്നാ നോക്കണ്ട അണ്ണ, എന്നെ ബാക്കിൽ പോണ്ട അണ്ണ. അണ്ണ ഞാൻ പറയുന്നത് അണ്ണ എന്നെ പോലെ ആൽഫാമയിലാവണമെന്നാണ്. സത്യം അണ്ണൻ വേണ്ടെന്ന് വെച്ചിട്ടാ. നമ്മക്കും പാടണ്ണ. ക്യൂ എല്ലാத்தையும் கலைச்சு விட்டுருவீங்கடா நீங்க.
അത്ര ഉള്ളടാ പിന്നല്ല അവളെന്തെടുക്കും അച്ഛൻ്റെ അണ്ണാ സിഗ്മ അല്ലേ അണ്ണാ ബെറ്റർ. അണ്ണനോട് പ്രേമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവും? അണ്ണ എന്നെ പോലെ ആൽഫാമയിലാന്നാണ്. വിഷമിച്ചിരിക്കുമ്പോ നിന്റെ ആൽഫാമേൽ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അച്ചിപ്പട്ടികളെ, നീ നിനക്കൊക്കെ എല്ലാത്തിനും പെണ്ണുണ്ട്, എല്ലാത്തിന്റെ ഒരു പേര് ഞാൻ കുറച്ചു മുമ്പ് കൂടെ കണ്ടിട്ട് വന്നതാ. മന്ദാരത്തിനുണ്ട്, ജൂഡിനുണ്ട്. തൂറി കവർ എനിക്കില്ല ഞാനൊരു പ്രോപ്പർ ആൽഫാമയിലാണ്. നീ കുണ്ടനല്ലേ? ആ കുണ്ടനാണെങ്കിലും പറയാം. എടാ ആരും അങ്ങോട്ട് വരല്ലേ, ആരും അങ്ങോട്ട് വരല്ലേ, വരുന്നമാരെല്ലാം ഞാൻ വെടിവെച്ചിടുവേ, എല്ലാം അണ്ണാ വേറെ കേസോടെ പറഞ്ഞു. ദർശന എനിക്കറിയാം തിരിച്ചൊന്നും പറയാൻ പറ്റില്ലെന്ന്. EMS റിപ്പർവാസമാണോ? അല്ല, ഞാനാ നേരത്തെ വിളിച്ച. ആണല്ലേ, ഓക്കെ ഓക്കെ. അസണ്ണ ഇത് മാർട്ടിൻ എന്റെ ബ്രദറാണ്. ബ്രദറാണല്ലേ? ഓ ഞങ്ങൾ ഇവിടെ ഇത്ര നേരം ബ്രദറിനോട് സംസാരിച്ചിട്ടിരിക്കുവായിരുന്നു. അതെ 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 അതെ, ചെറിയൊരു ഇഷ്യൂ വലിയ മാസം. സ്റ്റീവിനോട് സംസാരിക്കാൻ പറ്റുമോ? ഓ സ്റ്റീവിനോട് അവിടെ നിൽപ്പുണ്ട് ബ്രോ, അവിടെ നിൽപ്പുണ്ട്. ഞാൻ വിളിച്ചു തരാം. വാ വാ വാ. എടാ സ്റ്റീവ് എന്തിയടാ? സ്റ്റീവ് എന്തിയടാ? എടാ സ്റ്റീവ് എന്തിയടാ? സ്റ്റീവ് സ്റ്റീവ് എന്തിയടാ? സ്റ്റീവ് എന്തിയടാ? നമ്മള് നിന്ന സ്ഥലത്ത് ഇവിടെ ഇവിടെ വെള്ളത്തിൽ വെള്ളത്തിലാണ്. എടാ സ്റ്റീവ്, സ്റ്റീവ് ഒന്ന് വന്നടാ. ഒന്ന് വന്നേ, ഒന്ന് വന്നേ. ഇതാരാ എന്നെ ഇപ്പൊ വിളിച്ചേ? ഇവിടെ വിളിച്ചേ? പറ പറ പറ. ചെറിയൊരു കാര്യം. അതല്ല 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 പക്ഷേ നമ്മളൊരു ഇവന്റ് നടത്തുന്നുണ്ട് മറ്റന്നാള്. എന്റെ പൊന്നു സാഹചര്യം അതാണ്. അണ്ണാ റിപ്പർ വാസുവിനെ കൊണ്ടുവന്നോണ്ട് എനിക്ക് അല്ല, ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണ്. പുള്ളിയോടൊന്ന് സംസാരിക്കടാ സ്റ്റീവേ. ആരാര്? പുള്ളി. ഹലോ സാർ. അവര് ഇവന്റ് നടത്തുന്നത് മറ്റന്നാള് യാത്ര. അപ്പൊ TV നമ്മളതിന് മെയിൻ ആയിട്ട് ഫാമിലീസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓ കഴിഞ്ഞ ദിവസം നടന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും പങ്കെടുക്കണം. ഉറപ്പായിട്ട് സെറ്റാക്കി ഞങ്ങൾ വരാം. ഓ ആയിക്കോട്ടെ. ഓക്കെ സാർ, ഞാൻ 500 CR 500 CR 500 CR ക്യാഷ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് 300 CR. സെക്കൻഡ് പ്രൈസ് 100. നമുക്ക് എടുക്കണം. ഞങ്ങളുണ്ട്. അതാ പറഞ്ഞ എന്താ നിങ്ങൾ തന്നെ എടുക്കണോ? ഇതെന്തായിരിക്കും ബുദ്ധി വെച്ചിട്ടുള്ള ദർശന. അസണ്ണനൊക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ദർശന. അസണ്ണ, എനിക്ക് ഈ സിറ്റിയിലുണ്ടല്ലോ ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അസോട്ടിനെ. ശരിക്കും അതെന്താ അങ്ങനെ? അതല്ല, ഞാൻ കൊറേ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് അണ്ണൻ എന്താ നോക്കാത്തെ? ദർശന, എന്റെ ലൈഫ് ഇങ്ങനെയാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് TVക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ സിറ്റിയിൽ വരുമ്പോൾ എനിക്ക് TVയുടെ കാര്യങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് കൺസേൺ. ഇപ്പൊ ഒരു വാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും കൺസൈൻമെന്റ് ആയിക്കോട്ടെ എന്താണേലും സിറ്റിയിൽ വന്നാൽ ആദ്യം റേഡിയോ കയറുക, സംസാരിക്കുക, അത് കഴിഞ്ഞിട്ടേ ഉള്ള ഫോൺ എടുക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ റേഡിയോയിൽ കയറുമ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനും മെസ്സേജ് അയക്കാനും, ഞാൻ അങ്ങനെ ആരുമായിട്ട് റെഗുലർ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല. അതാണ് പ്രശ്നം. കുഴപ്പമില്ലെന്നോ? ദർശനം ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്.
ഓക്കെ എന്തേലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്മള് വിളിച്ചാൽ ഫോണൊക്കെ എടുക്കും. ഞാൻ പെട്ടെന്ന് മെസ്സേജ് കാണത്തില്ല. നിങ്ങൾ മെസ്സേജിൽ എങ്ങനെ റിപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഞാൻ ഫ്രീ ആകുമ്പോ വന്ന് കണ്ടോളാം. ഓക്കെ അണ്ണാ. ഞാൻ പിന്നെ തിരക്കാണെങ്കിലോന്ന് വെച്ചാണ് ഞാൻ വിളിക്കാത്തത്. എനിക്കറിയാലോ കൊറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മെസ്സേജ് ചെയ്യുന്നത്. ഫ്രീ ആണെങ്കിൽ എന്തായാലും തിരിച്ചു വിളിക്കുമല്ലോ. അതെ, ഉറപ്പായിട്ട് തിരിച്ചു വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇടുന്നത്. ഓ മനസ്സിലായി. ടൈംസ് എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായി ദർശന. എന്താ ബ്രേക്കപ്പാ? എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ദർശന ഒരു സെക്കൻഡ്. മുമ്പേ മിസ് ചെയ്യുന്നു പറഞ്ഞത് ഫ്രണ്ടായിട്ടല്ലേ? ഒന്നും പറയാത്ത ആണെന്ന് പറ. അണ്ണന് ഞാൻ ഫ്രണ്ട് അല്ലേ? അതെ. മാറ്റമൊന്നും ഇല്ലല്ലോ. ഇല്ല. അണ്ണനെ റിജക്ട് അണ്ണൻ എന്നെ ഫ്രണ്ടായിട്ട് കാണുന്നെങ്കിൽ ഞാൻ അണ്ണന്റെ നല്ലൊരു ഫ്രണ്ടാണ് ആയിരിക്കും. താങ്ക് യു. അണ്ണന്റെ ഫ്രണ്ട് അല്ലാണ്ട് എന്നെ കാണുന്നെങ്കിൽ എന്താ കേട്ടില്ല? അണ്ണ ഇവിടെ എല്ലാരും നിക്കുന്നു. ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് ഇവിടെ ഞങ്ങളുടെ ഈ പ്രൈവസിയിൽ ഇന്റർഫിയർ ചെയ്യണത്? അണ്ണാ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ പ്രശ്നമില്ലല്ലോ. നമ്മളെ സൺബാത്ത് ഒരു മിനിറ്റ് ദർശനം ഒന്ന് പ്രൈവസി ഉണ്ടാവാ. ദർശന എന്തോ ഞാൻ വേറൊരു ദിവസം വന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം ദർശന. ഓക്കെ അണ്ണ. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞാലേ യുവമാരാണ് എനിക്ക് വലുത്. യുവമാരാണ് എനിക്ക് ഫസ്റ്റ്. എനിക്ക് അവന്മാരെ ഒഴിവാക്കി വിടാൻ പറ്റൂല. അണ്ണ ഫ്രീ ആവോ വന്നാ മതി. ഞാനവിടെ വെയിറ്റ് ചെയ്യും. ദർശന ഞാൻ വിളിച്ചോളാം. ഓക്കെ അണ്ണ. ദർശന ഓക്കെ ആയിട്ടിരിക്കട്ടാ. ചില്ലായിട്ടിരിക്കും. കൂളായിട്ടിരിക്കും. ഓക്കെ അണ്ണ. ഓ ഒരു സെക്കൻഡ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ ഒരുമാതിരി ഇതായിപ്പോ അയ്യോ ആർപ്പിക്കാണെങ്കിലും നമ്മളൊരു ചില്ലായിട്ടിരിക്കും ദർശന. ഓക്കെ അണ്ണ. വെള്ളത്തിൽ വീണോ നീ? വെള്ളം അണ്ണനെന്താ ബ്ലഷ് ചെയ്യുന്നേ? ഞാൻ ബ്ലഷ് ചെയ്യാൻ ചിരിക്കുന്ന പോലും ഇല്ല. ഇതെല്ലാം ചെയ്യും മുഖത്താരും ബ്ലഷ് അതല്ല ഇതുപോലെ കൊട വാങ്ങിയ പലതും നടക്കും. ഇതുപോലൊരു കൊട വാങ്ങിയല്ലേ പലതും. എന്നാ ഇപ്പൊ ദൃശ്യം സെറ്റായി. എന്താ നിങ്ങളൊക്കെ പറയണേ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആടാ. അപ്പൊ അണ്ണന് താല്പര്യമില്ലേ? ഇല്ലേ? മഴ വരാണ്ട് പോണേ. അണ്ണന് താല്പര്യമില്ലേ? പറഞ്ഞോ. അല്ല അണ്ണ താല്പര്യമില്ലേ? താല്പര്യത്തിനല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ആ ഫ്രണ്ട്സ് ആണ്. അന്റെ ഫ്രണ്ട് ആണല്ലേ? ദർശന ഐ ലവ് യു. ഞാൻ നിന്നോട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ പേടിച്ച് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നൊരു ചന്ദ്രൻ അറിയോ?
ഇല്ലല്ല ഗൈസ് ലോയൽറ്റി പോയിന്റ് അങ്ങനെ പോകത്തില്ല ഗൈസ്. ഞാൻ ഇന്നലെ എല്ലാം പോയി ചെക്ക് ചെയ്തായിരുന്നു. ഇന്നലെ ഞാൻ പോയിട്ട് നേരെ ഇന്നലെ നമുക്ക് അത്രയും പോയിന്റ് കുറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കി. ഞാൻ ഇന്നലെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ ഗൈസ് എന്താണെന്നറിയോ, TVക്ക് 70 പോയിന്റാണ് ലാസ്റ്റ് ടർഫിന് വിളിച്ചത്. മനസ്സിലായോ? 70 പോയിന്റ് വിളിച്ചപ്പോൾ ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി ഇതായി, അതായത് പോയിന്റ്സ് ഫുള്ള് കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള 2 ആഴ്ച ഗ്രൈൻഡ് ചെയ്തതിന്റെ ഇത് വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ പോകത്തില്ല. എന്താ പ്രശ്നം എന്ന് പറയട്ടെ, ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ കളിക്കുമെന്ന് വിചാരിച്ചോ. 2 മണിക്കൂർ കളിക്കുന്ന സമയത്ത് ഇപ്പൊ 1 മണിക്കൂറും 59 മിനിറ്റിലാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ ആ പോയിന്റ് കൗണ്ട് ആവത്തില്ല. 1 മണിക്കൂറും 59 കറക്റ്റ് 2 മണിക്കൂർ കളിച്ചാൽ മാത്രമേ അത് അതിന്റെ കൗണ്ട് ആവും. 1 മണിക്കൂർ 59 ആണെങ്കിൽ അതിന്റെ പകുതി പോയിന്റേ ഇതാവത്തുള്ളൂ. അതാണ് പ്രശ്നം. പറയണ എടാ അങ്ങനെ വേണ്ട. പെട്ടെന്ന് ഒരു ദിവസം നേരെ വന്നിട്ട് ഇത് ഒരുമാതിരി നമ്മൾ പെട്ടെന്ന് വന്നിട്ട് വിളിച്ചോണ്ട് വന്ന് ഐ ലവ് യു പറയണത് പോലെ. ഇപ്പൊ അങ്ങനെ അല്ലടാ, അങ്ങനെ ചെയ്യണ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിന് താല്പര്യമില്ല. അത് ശോകമല്ലേ? നമുക്ക് നല്ല രീതിയിൽ നല്ലതായിട്ട് ചെയ്യാത്. പറയടാ അണ്ണാ. പുള്ളിയുടെ സംസാരിച്ചത് സോർട്ട് ആയിട്ടുണ്ടോ? പുള്ളിക്ക് അത് ഓക്കെയാണ്, ഇപ്പൊ സീനൊന്നും ഇല്ല. പുള്ളി സോറി ഒന്ന് പറഞ്ഞു. അവൻ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിട്ടിട്ടുണ്ട്. സോറി വേണ്ട ആവശ്യമൊന്നുമില്ല അവര്. എന്താ സീരിയൽ എന്തായി ദർശന? ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടാ. ഓക്കെ ദർശന. നോക്കണ്ട അണ്ണൻ ചന്ദ്ര, നിനക്ക് ഓർമ്മയുണ്ടോ ചന്ദ്ര എന്തെങ്കിലും? ഇല്ല. EMS ആണ് വെക്കിയേ. ആണല്ലേ? ഓക്കെ കുറച്ച് ഫാസ്റ്റ് ഓഫ് ഇൻക്ലൂഡ് കൊറേ ഇൻഫർമേഷൻ കിട്ടിയിരിക്കും വാസു. അണ്ണന് ശരിക്കും ഇഷ്ടമാണ്. ആരെ? നിന്റെ അച്ഛനെയാ? ദർശനെ. നീ വണ്ടി കയറി. അമ്മ ഇങ്ങനെ എത്ര നാൾ മുതുക്കായിട്ട് ജീവിക്കും ഇങ്ങനെ? നീ ഒരുപാട് എന്റെ കാര്യത്തിൽ അങ്ങ് കൺസേൺ ആവല്ലേ? ആ പാട്ടെന്നോടാ മന്ദാരം. വേറൊരു പാട്ടുണ്ട് കണ്ണാപ്പി. മറ്റേ ആ പാട്ടിട്. കണ്ണാപ്പി ആ പാട്ടിട്. മറ്റേ കണ്ണാപ്പി മറ്റേ കണ്ണുക്കുള്ള എന്റെ മസ്ത് കിടപ്പുണ്ടല്ലോ. എന്റെ മസ്സം എടുക്കൂടെ ആരെങ്കിലും? അണ്ണ എന്നാ സെറ്റ് ആവും. അണ്ണ ഇന്ന് പെണ്ണിട്ട് നമ്മള് കാണും. അല്ല സത്യം പറയണ നമ്മടുത്തോളം ഇഷ്ടപ്പെട്ടാണ്. ആരെയാ? അണ്ണ ഇനി ഒരു കാര്യം സത്യം പറ. അണ്ണ ഗേ അല്ലേ? നിന്റെ അച്ഛനാണ് ഗേ. ഞാനില്ല. മുച്ചിരി എടുത്ത് പറഞ്ഞ ആളെ കൊണ്ട് തിരക്കട്ടെ. എടാ ഞാൻ ഒരു കാര്യം പറയാം. എന്താടാ കേട്ടില്ല? ഞാൻ ഉണ്ടാവും നാളെ മാത്രമേ ഞാനിപ്പോ തത്സമയം ഇറങ്ങും. പറ. അണ്ണന് സൂസനയാണ് ഇപ്പൊ ഇഷ്ടം. ചന്ദ്ര, ലോകത്ത് ഇനി ആരൊക്കെ വന്നെന്ന് പറഞ്ഞാല് സൂസൻ എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അവർക്ക് എന്റെ മൈൻഡിൽ ഒരു നല്ല സ്പേസ് ഉണ്ട് എന്ന് കരുതി ജീവിതം മൊത്തം സൂസന് വേണ്ടി സന്യസിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. മനസ്സിലായോ? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. അതെ, ബി പ്രാക്ടിക്കൽ ആണ്. അണ്ണ 16 പേരെടുത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് നടന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കണേ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണാ. അണ്ണൻ ഇപ്പൊ ദർശനായിട്ട് സെറ്റ് ആക്കിയപ്പോ സൂസൻ ഇപ്പൊ പഴയ പ്രേമം വെച്ച് അണ്ണനോട് തിരിച്ചു വന്ന അണ്ണൻ എന്ത് ചെയ്യും? അണ്ണ മുമ്പി ഇല്ല, ഇത്രയും കാലം എവിടെയായിരുന്നു ചോദിക്കണം. അപ്പൊ അവള് ഫാമിലി ഇഷ്യൂസ് ചെയ്ത് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ പറയണ കണ്ണാപ്പി, ഞാൻ കാര്യം ചോദിക്കട്ടെ കണ്ണാപ്പി. അണ്ണന് പറ്റിയ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കൊച്ചു സിറ്റിയിൽ ഇത് വന്നിട്ടെന്നാണ് എന്റെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല. സത്യം പറയല്ല. അണ്ണ ഷുഡ് വെയിറ്റ്. അണ്ണ അതാ ഞാനും വെയിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇടില്ല, 2 വർഷത്തോളം വെയിറ്റ് ചെയ്തു. ആണല്ലേ? ആ സൂപ്പർ. ഞാൻ കയറ്റിയെ പ്രേമിച്ചതിന് ശേഷം ഒറ്റ മനുഷ്യനെ നോക്കിയില്ലല്ലേ? എനിക്ക് വേണ്ടി അലീനയാണോ വെയിറ്റ് ചെയ്തത്? എന്താടാ? ഓ ചന്ദ്രനും വെയിറ്റ് ചെയ്തപ്പോ ചന്ദ്രനും കിട്ടി. അപ്പൊ അണ്ണനും ഒരാൾ വരുന്നുണ്ടെണ്ണ. അണ്ണൻ വെയിറ്റ് ചെയ്ത് നോക്ക്.
പിന്നെ റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു വർഷം മുന്നേ വേറൊരു പയ്യനെ അടിച്ചു കിട്ടി. അല്ല നിങ്ങൾ പറഞ്ഞ പെണ്ണ് ചിലപ്പോ ദർശനയാണെങ്കിലോ? ഇല്ല ദർശനല്ല, ദർശനയ്ക്ക് ആ ഒരു ഇതില്ല. കാണുമ്പോ തന്നെ മനസ്സിലാണ്. അണ്ണന് ഇഷ്ടപ്പെട്ട കൊച്ചിനെ കാണുമ്പോ സിറ്റിയിൽ മഴ പെയ്യും. അണ്ണന്റെ മനസ്സ് പടപടപടപടാന്ന് ഇടിക്കും. എടങ്കണ്ണ് തുടിക്കുവാണ് ഇടങ്കണ്ണ് തുടിക്കും. എന്നിട്ട് അണ്ണന്റെ ചെറുപേരിൽ അനങ്ങും ഇങ്ങനെ. അണ്ണന്റെ പെരുവിരളും അനങ്ങും. അപ്പൊ അണ്ണന് മനസ്സിലായി ഇതാണ് അണ്ണന്റെ കുട്ടി. വെള്ളം തന്നടാ എനിക്ക്. അണ്ണ അതായത് അണ്ണ നമ്മൾ ഇഷ്ടപ്പെട്ട കൊച്ചി വരുമ്പോഴാണ് ആ പ്രകൃതി തന്നെ നമുക്കൊരു സൂചന വരും. പ്രകൃതി എന്താ സൂചന തന്നെ? ഇടിമിന്നലോട് കൂടിയ മഴ, സുനാമി. വെള്ളം തന്നടാ. അങ്ങനെ ഇട്ടല്ലേ ഞാൻ കിട്ടിയില്ല. അണ്ണ എന്നാ ഞാൻ തറയിലിട്ട്. പിന്നെ മറ്റേ കയ്യിൽ കാറ്റ് പിടിക്കും. കേട്ടില്ല. കയ്യിൽ കാറ്റ് അടിക്കും. കഴലിക്കാറ്റോ? ആ ചുഴലിക്കാറ്റ്, ചുഴലി. ഇത് മറ്റേ കഴ കൂടിയ കാറ്റ്, കഴലി. അണ്ണന് പറ്റിയ പെണ്ണല്ല. നമ്മടെ പെണ്ണ് എന്തെങ്കിലും വരും. പക്ഷേ എടാ ദർശന നല്ല കുട്ടിയാ അല്ലേ? വരുന്നു വാസു, ദർശന നല്ലൊരു കുട്ടിയാ. പ്രകൃതിയുടെ സൂചന, മഴ അല്ലേ? ഈ അപരാധികളെ കാണുമ്പോഴേ മൂട് പോവും.